الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാം മുഅ്മിനീങ്ങളാകാൻ അനിവാര്യമായും വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. 6 കാര്യങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം. അവയിലൊന്നും തന്നെ ഒരു ഉപവിഷയമല്ല, അടിസ്ഥാനപരമായി തന്നെ വിശ്വസിക്കൽ നിർബന്ധമായ സംഗതികളാണ്. ഇത്തരം സംഗതികൾ മറ്റ് പല വിഷയങ്ങളും ആലോചിക്കുന്നതിനിടക്ക് പൊതുവെ അവഗണിക്കപ്പെട്ടു പോകാറുണ്ട്. ഈമാൻ കാര്യങ്ങളിൽ 4-മത്തത് അംബിയാ മുർസലീങ്ങളെ കൊണ്ടുള്ള വിശ്വാസമാണ്. അവരെ കൊണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ വിശ്വസിക്കണം. ചെറുപ്പത്തിൽ ചൊല്ലിപ്പടിച്ചതല്ലേ ഉള്ളൂ. അള്ളാഹുവിന് അംബിയാ മുർസലീങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹുവിന് ശരീക്കുണ്ട്, പങ്കാളിയുണ്ട് എന്ന് വിശ്വസിക്കൽ ഹറാമാണ്. വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹുവിന് മുർസലീങ്ങളും നബിമാരും ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹു തആല ജനങ്ങളോട് അള്ളാഹുവിന് പറയാനുള്ളത് ആധികാരികമായി പറയാൻ ഏൽപ്പിച്ച, വഹയിലൂടെ ഏൽപ്പിച്ച ഒരു വിഭാഗമാണ് അംബിയാ മുർസലീങ്ങൾ. ഒരു പ്രവാചകന്റെ പ്രവാചകത്വവും നിഷേധിക്കാൻ ഒരു മുഅ്മിനിന് അവകാശമില്ല. അങ്ങനെ നിഷേധിച്ചാൽ, നബി അല്ല എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ക്രിസ്ത്യാനികളും ജൂതന്മാരും നമ്മുടെ റസൂലിനെ വിശ്വസിക്കുന്നില്ല. ജൂതന്മാര് ഈസാ നബിയെ വിശ്വസിക്കുന്നില്ല. നമ്മളങ്ങനെയല്ല, എല്ലാ നബിമാരെയും വിശ്വസിക്കുന്നു. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. ആമനർ റസൂൽ, റസൂല് തന്നെ വിശ്വസിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിമാ ഉൻസില ഇലൈഹി, അദ്ദേഹത്തിന് ഇറക്കപ്പെട്ടതൊക്കെ അദ്ദേഹം വിശ്വസിച്ചു. മിർ റബ്ബിഹി, റബ്ബിൽ നിന്നും അവതീർണമായ എല്ലാ സംഗതികളും റസൂല് വിശ്വസിച്ചു. വൽ മുഅ്മിനൂൻ, അതോടൊപ്പം അതിനെ തുടർന്ന് മുഅ്മിനീങ്ങളും വിശ്വസിച്ചു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. അല്ലാഹു ഈമാൻ കാര്യങ്ങളാണ്. ഈമാൻ കാര്യങ്ങളിലുള്ള പല കാര്യങ്ങളും എണ്ണി പറയുകയാണ്. അവരെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചു, മലക്കുകളിൽ വിശ്വസിച്ചു, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചു, അതുപോലെ തന്നെ മുർസലീങ്ങളിൽ വിശ്വസിച്ചു. അവരുടെ നിലപാടെന്താ? ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അള്ളാഹുവിന്റെ മുർസലീങ്ങൾക്കിടയിൽ യാതൊരുവിധ വിവേചനവും അവർ കൽപ്പിക്കുകയില്ല.
ഇന്നാള് റസൂലാണ് ഇന്നാള് റസൂലല്ല ഇതൊന്നും പറയൂല. അള്ളാഹ് ഇറക്കിയ തെരഞ്ഞെടുത്ത മുഴുവൻ റസൂലും റസൂലാണ്, നബി നബിയാണ്. അപ്പൊ ഈ വിശ്വാസമില്ലാതെ മുഅ്മിനാവുകയില്ല. ഖുർആനിൽ ഒരു 25 നബിമാരുടെ വിഷയമാണ് അല്ലാഹു തആല ചർച്ച ചെയ്യുന്നത്, പേരെടുത്ത് പറഞ്ഞത്. അവരെ പറ്റി പറഞ്ഞത് അല്പം വിശദമായിട്ടാണ്. ആ വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും വേണം. ഈ 25-ൽ 18 നബിമാരുടെ പേര് അല്ലാഹു തആല സൂറ അൻആമിലെ തിൽക ഹുജ്ജത്തുന എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ, അതിനെ തുടർന്ന് വരുന്ന ആയത്തുകളിലൊക്കെ അല്ലാഹു തആല അങ്ങനെ എണ്ണി പറയുകയാണ് 18 നബിമാരെ. ഈ 25-ൽ ബാക്കിയുള്ളത് ഖുർആനിന്റെ മറ്റ് പല ഭാഗങ്ങളിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നബിമാരെ സംബന്ധിച്ച്, മുർസലീങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഭൂമുഖത്ത് ഒരൊറ്റ ജനതക്കും നബിമാരെ നിയോഗിക്കാതെ അല്ലാഹു തആല വിട്ടുകളഞ്ഞിട്ടില്ല. എല്ലാ വിഭാഗത്തിനും റസൂലിനെ കൊടുത്തിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, അല്ലാഹു പറഞ്ഞതാ ഖുർആനിൽ. എല്ലാ സമുദായത്തിനും അല്ലാഹു തആല റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാവരോടും അടിസ്ഥാനപരമായി പറഞ്ഞത് അനിഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ദുർമൂർത്തികളെയൊക്കെ ഒഴിവാക്കണേ എന്ന് അല്ലാഹു തആല പറയുകയും ചെയ്തു എന്ന് സൂറ നഹ്ലിൽ അല്ലാഹു തആല പറയുകയാണ്. അതുപോലെ നബിമാരെ സംബന്ധിച്ചുള്ള മറ്റൊരു വിശ്വാസം, അവർക്ക് എന്തൊക്കെയാണോ അല്ലാഹു തആല ജനങ്ങളോട് പറയാൻ വേണ്ടി കൊടുത്തത് അത് മുഴുവനും ജനങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട്, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇതെങ്ങനെ പറയാം, ഇത് പറഞ്ഞാൽ എന്താ ആവുക, ഇതൊന്നും മുർസലീങ്ങൾ ആലോചിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞത് അവർ പറഞ്ഞിട്ടുണ്ട്. ലിയഅലമ അൻ ഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം, സൂറ ജിന്നിൽ അല്ലാഹു തആല പറയുന്നു, റബ്ബിന്റെ സന്ദേശങ്ങൾ അവർ പരിപൂർണമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വസ്തുത അല്ലാഹു തആല അംഗീകരിക്കുകയാണ്. എന്തിനാണ് ഈ ഒരു സംവിധാനം? മനുഷ്യർക്കിടയിൽ നബിമാരെയും മുർസലീങ്ങളെയും അല്ലാഹു തആല തെരഞ്ഞെടുത്തയച്ചത്. നാളെ മഹ്ശറേ ചെന്നിട്ട് ഈ തർക്കക്കാരനായ മനുഷ്യൻ പറയും, ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, നീ ഇതൊക്കെ പറഞ്ഞു തരണ്ടേ എന്ന് അള്ളാഹിനോട് തന്നെ ചോദിക്കും. അതിന് അല്ലാഹു തആല എടുത്ത ഒരു പരിപാടിയാണ്, തീരുമാനമാണിതെന്ന് അല്ലാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞു തരികയാണ്. അല്ലാഹു പറയുന്നു, അവർക്ക് യാതൊരുവിധ തെളിവും അല്ലാഹുവിന് എതിരിലുണ്ടാകാതിരിക്കാൻ അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ബഅദ റസൂൽ, മുർസലീങ്ങളെ നിയോഗിച്ചതിന് ശേഷം അല്ലാഹുവിനെതിരിൽ ഒരു തെളിവ് പറയാൻ മനുഷ്യർക്ക് ഉണ്ടാകില്ലല്ലോ. പറയേണ്ടതൊക്കെ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ അംബിയ മുർസലീങ്ങളുടെയൊക്കെ പ്രബോധന വിഷയത്തിന്റെ മർമ്മം അത് തൗഹീദായിരുന്നു, ഏകദൈവ വിശ്വാസമായിരുന്നു. നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നത് പഠിപ്പിക്കാനാണ് അംബിയ മുർസലീങ്ങൾ പ്രധാനമായും വന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഒരുപാട് നബിമാരെ ചർച്ച ചെയ്യുന്ന സൂറ അംബിയയിലാണ് അല്ലാഹു പറയുന്നത്, റസൂലേ, താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ച സകല മുർസലുകൾക്കും വഹയി കൊടുത്തത് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധ്യനില്ല, ആകയാൽ എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് മുർസലീങ്ങളെ അയച്ചത്. അല്ലാഹു തആല ഇറക്കിയ എല്ലാ കിതാബുകളുടെയും മർമ്മം അതാണ്. സകല വേദഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാന മർമ്മം തൗഹീദാണ്. അത് തന്നെയാണ് നബിമാര് ജനങ്ങളോട് പറഞ്ഞത്. എന്നാൽ ആ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴുണ്ടാകുന്ന സാധാരണ ശരീഅത്തുകൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പല രൂപത്തിലും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി ഒരു ഉപമയിലൂടെ ഇത് പറയാറുണ്ടായിരുന്നു, അൽ അംബിയാഉ യഖവത്തും മിൻ അല്ലാത്തിൻ, ഞങ്ങൾ അംബിയാക്കൾ ഒരു ഉപ്പാന്റെ മക്കളാണ്, ഞങ്ങളൊക്കെ തൗഹീദിന്റെ ആളുകളാണെന്നാ പറഞ്ഞത്. ഉമ്മഹാത്തുഹും ശത്താ, ഉമ്മമാർ പലരാണ് എന്ന് പറഞ്ഞാൽ ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കാനുള്ള ശരീഅത്ത് വ്യത്യസ്തമാണ്, പല രീതിയിലാണ്. ഇപ്പൊ യുദ്ധാനന്തര ഗനീമത്ത് മുതല് അത് പൂർവ്വ സമുദായത്തിന് നിഷിദ്ധമായിരുന്നു, കത്തിച്ചു കളയണമെന്നാ നിയമം. അവരുടെ ശരീഅത്ത് അങ്ങനെയാ, കത്തിച്ചാൽ ചിലത് കത്തൂല. എന്താ കാരണം? അതിൽ നിന്ന് ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് തീയെടുക്കൂല.
അപ്പോ മുഴുവനായിട്ട് കത്തിപ്പോയാൽ അവർക്കറിയാം അവരുടെ ഈ യുദ്ധവും ധർമ്മസമരമൊക്കെ അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിയമമുള്ള സമുദായമുണ്ടായിരുന്നു. അതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യണമെങ്കിൽ ശരീരം തന്നെ നശിപ്പിച്ചു കളയണം, കൊന്നുകളയണം, വധശിക്ഷ വേണം എന്ന നിയമമുള്ള ശരീഅത്തുണ്ടായിരുന്നു. അല്ലാഹു തആല ഈ ഉമ്മത്തിന് തൗബ നൽകി. ഇങ്ങനെ ശരീഅത്തിൽ പല രൂപത്തിലും ഭേദഗതികൾ പല ഉമ്മത്തുകളിലൂടെ അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. പക്ഷേ തൗഹീദ് ഒന്ന് തന്നെയാണ്. അതുപോലെ നബിമാരെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ നബിമാരും നബിമാരാണെങ്കിൽ പോലും ആ നബിമാരെല്ലാവരും അവരുടെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഒരുപോലെയല്ല. ആദം അലൈഹിസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അമ്പിയാക്കളുടെ പരമ്പരയെടുത്താൽ അവരുടെ ദറജകൾ, ഫളിലുകൾ, ആ വിഷയത്തിൽ അവർക്ക് ഏറ്റ വ്യത്യാസമുണ്ട്. അല്ലാഹ് തന്നെ പറഞ്ഞാലേ തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. ആ മുർസലീങ്ങൾ അവരിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. മിൻഹും മൻ കല്ലമല്ലാഹ്, അല്ലാഹു സംസാരിച്ച പ്രവാചകന്മാരുണ്ട്. വറഫഅ ബഅദഹും ദറജാത്ത്, ചിലരെ അല്ലാഹു ഒരുപാട് പദവി ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആല ഈ അംബിയാ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിയ നബിമാർക്ക് പറയുന്ന പേര് ഉലുൽ അസ്മ് എന്നാണ്. ഈ ഉലുൽ അസ്മുകളായ 5 ആളുകളാണുള്ളത്. അവരെ അല്ലാഹു തആല തന്നെ ഒരൊറ്റ ആയത്തിൽ എണ്ണിപ്പറയുന്നുണ്ട്. ആരൊക്കെയാണവർ? ഒന്ന് നൂഹ് നബിയാണ്, ആദ്യത്തെ റസൂല. ആദം നബി നബിയാണ്, റസൂലല്ല. ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട രണ്ടാമത്തെ ആളാണ്. പിന്നെ മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 ആളുകൾ അല്ലാഹ് പറഞ്ഞില്ലേ, വഇദ് അഖദനാ മിനൻ നബിയ്യീന മീസാഖഹും, അല്ലാഹു തആല അംബിയാക്കളിൽ നിന്ന് കരാർ വാങ്ങി. വമിൻക, റസൂലേ താങ്കളിൽ നിന്നും കരാർ വാങ്ങി. വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസ വഈസ, നൂഹ് നബിയിൽ നിന്നും ഇബ്രാഹീമിൽ നിന്നും മൂസയിൽ നിന്നും ഈസയിൽ നിന്നും കരാർ വാങ്ങി. വഈസ ഇബ്നു മറിയം വഅഖദനാ മിൻഹും മീസാഖൻ ഗലീള, അതിശക്തമായ കരാറാണ് അല്ലാഹു തആല വാങ്ങിയത്. അവർക്കൊക്കെ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നല്ലോണം ക്ഷമിക്കാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അമ്പിയാക്കളിൽ ഏറ്റവും പ്രധാനികൾ 5 ആളുകൾ, ഉലുൽ അസ്മുകൾ. ഈ 5 ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനി, ഏറ്റവും ബഹുമാനമുള്ളവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാ പരമ്പരയിലെ അവസാനത്തെ കണ്ണി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് ഭൂമുഖത്തുള്ള മനുഷ്യകുലത്തിന്റെ അവസ്ഥ എന്താ? ശിർക്കിന് മേധാവിത്വമായിരുന്നു, തൗഹീദില്ല. മുൻ ശേഷിപ്പുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ഈസാ നബിയുടെയും അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഒക്കെ മുൻ ശേഷിപ്പുകൾ, ആ തൗഹീദിന്റെ അതുപോലെ ഉത്തമ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ അങ്കുലി പരിമിതമായിരുന്നു, പറയത്തക്ക ഒന്നുമില്ല. ആ ഇരുണ്ട യുഗത്തിലാണ് ഈ ലോകത്തിന് വെളിച്ചമേകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നത്. 6-7 നൂറ്റാണ്ടുകളില് ഭൂലോകത്തിന്റെ അവസ്ഥ അതായിരുന്നു. ആ രൂപത്തിലായിരുന്നു ജനങ്ങൾ, പ്രത്യേകിച്ച് മക്കക്കാർ. അവർ വിഗ്രഹത്തെ ആരാധിക്കുന്നവരായിരുന്നു, അവർ ധനപൂജകരായിരുന്നു, അവർ ജിന്ന് വർഗത്തെ ആരാധിക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, പ്രധാന ദൈവം അല്ലാഹുവാണ് എന്നവർ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ആ അല്ലാഹുവിന് കുറെ സഹദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു അവർ. വലിയ ദൈവം അല്ലാഹ് തന്നെ, കുറെ സഹദൈവങ്ങളും. ഇങ്ങനെയുള്ള ആളുകളാ ലോകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധനത്തിന്റെ വിഷയമായെടുത്തത് മുഖ്യ വിഷയം തൗഹീദ് തന്നെയായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നു. വഊഹിയ ഇലയ്യ, ജനങ്ങളെ എനിക്ക് ദിവ്യ സന്ദേശം വഹ്യ് ലഭിച്ചിരിക്കുകയാണ്. ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എനിക്ക് വഹ്യായി ലഭിച്ചിരിക്കുന്നു. എന്തിന്? ലിഉൻദിറകും ബിഹി വമൻ ബലഗ്, നിങ്ങൾക്ക് ഈ ഖുർആൻ കൊണ്ട് താക്കീത് നൽകാൻ,
നിങ്ങൾ മുഖേന ഈ ഖുർആൻ ആരിലേക്കൊക്കെ എത്തുന്നുവോ എല്ലാവരോടും പറയാനാണ് എനിക്ക് ഈ ഖുർആൻ നൽകിയത്. അഇന്നകും ലതശ്ഹദൂന അന്ന മഅല്ലാഹി ആലിഹത്തൻ ഉഖറാ. നിങ്ങളുടെ ഷഹാദത്ത് കലിമ, നിങ്ങളുടെ ഷഹാദത്ത് അള്ളാഹുവിന്റെ കൂടെ വേറെ ഇലാഹുണ്ട് എന്നല്ലേ? അതല്ലേ നിങ്ങളെ ഷഹാദത്ത് കലിമ? അള്ളാഹുവിന്റെ റസൂല് പറയാ ഖുർആനിലൂടെ, നിങ്ങൾ എന്താ വിശ്വസിച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ കൂടെ കുറെ ഇലാഹുകൾ ഉണ്ട് എന്ന്. ഖുൽ ലാ അശ്ഹദ്, അങ്ങനെ ഞാൻ സാക്ഷി നിൽക്കുകയില്ല. പിന്നെയോ ഖുൽ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അവൻ ഏക ഇലാഹാണ്, അവന്റെ കൂടെ വേറെ ആരാധ്യന്മാർ ആരുമില്ല. ഇതാണ് എന്റെ ഷഹാദത്ത് കലിമ. വ ഇന്നനി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങളുടെ ഈ ശിർക്കം പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഈ പ്രഖ്യാപനവും പ്രബോധനവുമായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരെ സമീപിച്ചത്. അതാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അന്നവര് ആരെയൊക്കെ ആരാധിച്ചിരുന്നത്? മരണപ്പെട്ട ആളുകളെ ആരാധിച്ചിരുന്നു, മരിച്ചുപോയ മഹാന്മാരെ ആരാധിച്ചിരുന്നു മക്കാ മുശ്രിക്കുകൾ. അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ അർത്ഥശൂന്യത വിശുദ്ധ ഖുർആനിലൂടെ അവരോട് പറഞ്ഞു, ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ, കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്ന ആളുകളോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്, അവരല്ലേ ഉത്തരം ചെയ്യാ. വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്, മരിച്ച ആളുകളെയൊക്കെ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുവല്ലേ ചെയ്യാ. അല്ലാതെ ദുനിയാവിലെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ ദുനിയാവിലേക്ക് അയക്കലല്ലോ. അവരങ്ങ് പോയില്ലേ, അവർക്ക് ഇനി പരലോകല്ലേ. സുമ്മ ഇലൈഹി യുർജഊൻ, അള്ളാഹുവിങ്കലേക്കല്ലേ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നിങ്ങൾ എന്തിനാ അവരോട് വിളിച്ചു തേടുന്നത് എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് അവരോട് പറഞ്ഞു. പിന്നെ ജിന്ന് വർഗത്തെ ആരാധിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം, വജഅലൂ ലില്ലാഹി ശുറകാ അൽ ജിന്നി വഖലഖഹും, അള്ളാഹു സൃഷ്ടിച്ച ഭൂതഗണങ്ങളെ അള്ളാഹുവിന്റെ പങ്കാളികളായി സ്വീകരിച്ചവർ. അതിനെയും ഖുർആൻ എതിർത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ നിജസ്ഥിതി പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് വിഗ്രഹ പൂജയാണ്. ഓരോ വിഗ്രഹത്തിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ആ പ്രവർത്തനത്തെ വിശുദ്ധ ഖുർആൻ വിമർശിച്ചു. അള്ളാഹു പറഞ്ഞു, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ലാത്തയെ സംബന്ധിച്ച്, ഉസ്സയെ സംബന്ധിച്ച്, പിന്നെ ഒരു മൂന്നാമത് നിങ്ങൾ ആരാധിക്കുന്ന മനാത്തയില്ലേ, ആ മനാത്തയെ പറ്റിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആരാണ് ലാത്ത? തീർത്ഥാടകർക്ക്, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പായസം കൊടുത്ത ലാത്ത. മക്കക്കാരുടെ ഒരു പുണ്യവൃക്ഷമായിരുന്ന ഉസ്സ. അതുപോലെ ഹുദൈൽ കബീലക്കാര് ആരാധിച്ചിരുന്ന ഒരു വലിയ പാറക്കല്ല്, അതാണ് മനാത്ത. ആ പാറക്കല്ലും ഈ വൃക്ഷവും ഹാജിമാർക്ക് പായസം കൊടുത്തിരുന്ന ലാത്തയും, ഇവരെ പറ്റിയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലാഹ് പറയാ, ലക്കുമുൽ ദക്കറു വലഹുൽ ഉൻസ, നിങ്ങൾക്കൊക്കെ പുരുഷന്മാര്, പെൺകുട്ടികൾ ജനിച്ചാൽ നിങ്ങൾ അങ്ങ് കൊന്നുകളയും, എന്നിട്ടോ അള്ളാഹ്ക്ക് പെണ്ണുങ്ങളും. അങ്ങനെയാണോ നിങ്ങൾ തീരുമാനിച്ചത്? ലാത്ത എന്ന് പറഞ്ഞ സ്ത്രീലിംഗമാണ്, ഉസ്സ സ്ത്രീലിംഗമാണ്, മനാത്ത് അതും സ്ത്രീലിംഗമാണ്. ദേവി എന്നൊക്കെ പറയാറില്ലേ, ദേവൻ ദേവിമാർ. അപ്പൊ അവരുടെ ആ രൂപത്തിൽ സ്ത്രീകളുടെ പേര് സ്ത്രീലിംഗമായി പേര് നൽകപ്പെട്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക. അള്ളാഹ് ചോദിക്കുക, നിങ്ങൾക്ക് ആണുങ്ങൾ, അള്ളാഹ്ക്ക് പെണ്ണുങ്ങളും ഇല്ലേ? തിൽക്കൈതൻ കിസ്മത്തുൽ ലീസ, അപ്പോ നിങ്ങളുടെ ഈ ഓഹരി വെപ്പ് ഒരു അനീതിയാണല്ലോ എന്ന് അവരോട് പരിഹാസ രൂപത്തിൽ ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ വആബാഉക്കും, ഇതൊക്കെ നിങ്ങളും നിങ്ങളുടെ വാപ്പാരൂട്ട പേരാ. ഏത്? ഈ ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പേരിട്ടിട്ട് നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളിട്ട പേരാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹു തആല അതിനു വേണ്ടി യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഒരു സംവിധാനം അല്ലാഹു തആല ചെയ്തിട്ടില്ല. യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹ്വാ അൻഫുസുഹും വമാ തഹ്വൽ അൻഫുസ്, അവരുടെ ഊഹങ്ങൾ, അവരുടെ മനസ്സിന് ആഗ്രഹമുള്ള സംഗതികൾ, അതാണ് അവര് ഇച്ഛിക്കുന്നത്, അതാണ് അവിടെ നടക്കുന്നത്. അള്ളാഹ് ഇറക്കിയതല്ല. പിന്നെന്താ? അങ്ങനെയൊക്കെയാണ് അങ്ങ് ഊഹിക്കുക. ഇന്നും അതല്ലേ? ഏതെങ്കിലും ഒരു കബറ് കെട്ടിപ്പൊക്കുകയും ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന കറാമത്തുണ്ട്, അവരൊക്കെ ഇടപെടും. ഊഹങ്ങളാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാകണമെന്നത് മനസ്സിന്റെ ആഗ്രഹമാണ്, അതിന്റെ വാക്താക്കളുടെ ആഗ്രഹമാണ്. അപ്പൊ മനസ്സിന്റെ ആഗ്രഹവും
അതുപോലെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില ഊഹാപോഹങ്ങളും. ഈ ഊഹാപോഹങ്ങളല്ലാതെ യാതൊരു പ്രമാണവും ഇല്ല എന്ന് അല്ലാഹു തആല അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചില വസ്തുതകൾ അംഗീകരിച്ചിരുന്നു. അവര് ബഹുമാനമുള്ളതായി കാണുന്ന ചിലതിന്റെ ബഹുമാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ച് പ്രഖ്യാപിച്ചു. അതായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവര് പറയും ഞങ്ങളുടെ പിതാമഹനാണ് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്, സത്യാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചു. എല്ലാം അടച്ചാക്ഷേപിച്ചില്ലല്ലോ. അവരൊരു പ്രധാന വ്യക്തിയായി കണ്ടിരുന്ന ആളാണ് ലുക്മാൻ. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു അധ്യായം തന്നെ അവതരിച്ചു. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സവിസ്തരം ഖുർആൻ പ്രതിപാദിച്ചു. എന്നിട്ട് അവരുടെ ആദർശം, ലുക്മാൻ ആകട്ടെ ഇബ്രാഹിം ആകട്ടെ, അവരൊക്കെ തൗഹീദ് പറഞ്ഞവരായിരുന്നു കൂട്ടരെ. അല്ലാതെ നിങ്ങളെപ്പോലെ ലാത്തേനെ മനാത്തേനെ ഉസ്സേനെയൊക്കെ ആരാധിച്ച് ജീവിച്ച ആളുകളല്ല എന്ന് അവരുയർത്തിപ്പിടിക്കുന്ന ആളുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തി. അതുപോലെ ധനപൂജയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തു. ധനസമ്പാദനത്തെയല്ല, ധനപൂജ പാടില്ല. ശിർക്കുണ്ട്, ധനപൂജയും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ കയറി വരുന്നത് സ്വാർത്ഥതയാണ്, മനുഷ്യൻ അധപ്പതിക്കലാണ്, ചൂഷണമാണ് ഉണ്ടാവുക. ശിർക്കും ധനപൂജയും ഉണ്ടെങ്കിൽ പിന്നെ ചൂഷണങ്ങളാണ്. ഏതെങ്കിലും നിലക്ക് വിശ്വാസപരമായും അല്ലാതെയും ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് കാശുണ്ടാക്കുക എന്നതാണ്. നേരെ മറിച്ച് ശിർക്കിന്റെ സ്ഥാനത്ത് തൗഹീദും അതുപോലെ സ്വാർത്ഥതയുടെ കാര്യത്തിൽ ആ സ്ഥാനത്ത് പരോപകാര ചിന്തയുമാണ് മനുഷ്യനിൽ വളർന്നു വരുന്നതെങ്കിൽ അവൻ ഉദാരനായി തീരും, അവൻ നല്ല മനുഷ്യനായി തീരും. അതുവഴി ലോകത്തിന് നന്മയുണ്ടാകും. അല്ലാഹു തആല ആ ധനപൂജയെ എതിർത്തു. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. കുത്തിപ്പറയുന്ന, അവഹേളിക്കുന്ന മുഴുവൻ ദുരഭിമാനികളായ ആളുകൾക്കും നാശം. അവരുടെ സ്വഭാവം എന്താ? പൈസ എങ്ങനെ ഉണ്ടാക്കും, എണ്ണി എണ്ണി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ആ ജനങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രബോധനത്തിലൂടെ അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അവർ മനസ്സിലാക്കി ധനം അല്ലാഹുവിൻ്റെതാണ്, ഞാൻ താൽക്കാലികമായി കൈകാര്യം ചെയ്യുന്നവനാണ്, എൻ്റെ അടുത്ത് ഇത് പരീക്ഷിക്കാൻ തന്നതാണ്, നാളെ മഹ്ശറയിൽ വിചാരണയുണ്ട്, ഞാനിതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭൗതിക പ്രശ്നങ്ങൾ, ദാരിദ്ര്യം അനുഭവിക്കുന്ന, കടക്കണിയിലകപ്പെട്ട, ഇതുപോലെ പ്രയാസമനുഭവിക്കുന്ന ആളുകളുടെ ഭൗതിക പ്രശ്നങ്ങൾ, അതാകണം എൻ്റെ സ്വർഗത്തിലേക്കുള്ള കോണിപ്പടികൾ, ഞാനത് മുതലെടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ധനത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ സ്വഹാബത്ത് അവർ മുന്നേറി. വയുത്ഇമൂന അത്ആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അവർ അന്നദാനം ചെയ്യാൻ തുടങ്ങി, ഭക്ഷണം വിതരണം ചെയ്യാൻ തുടങ്ങി. ആവശ്യമുണ്ട് ഭക്ഷണം, അതിനോട് ആഗ്രഹമുണ്ട്, സ്വന്തം കഴിക്കണം, കഴിക്കാനുള്ളതേ ഉള്ളൂ. എന്നിട്ട് പോലും അതിൽ നിന്നൊരു ഓഹരി. ആർക്ക്? മിസ്കീനം വയതീമം വഅസീറ. തടവ് പുള്ളികൾക്ക്, അനാഥയ്ക്ക്, അഗതികൾക്ക് എല്ലാം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ വാങ്ങുന്ന കക്ഷികളിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിച്ചത്? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അള്ളാഹുവിന്റെ വജ്ഹ്, അവനിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം, അത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു നന്ദി വാക്ക്, ഒരു പ്രത്യുപകാരം, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത് സഹാബാക്കളുടെ മനസ്സായിരുന്നു. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ നബൂസൻ ഖംതരീറാ. മുഖം ചുടിച്ചു പോകുന്ന ദുസ്സഹമായ ഒരു ദിവസം വരാനുണ്ട്, മഹ്ശറ. അതിനെയാണ് ഞങ്ങൾ പേടിക്കുന്നത്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നളറതൻ വസുറൂറാ. അങ്ങനെ അവർ ജീവിച്ചപ്പോ അവരുടെ മുഖത്തിന് പ്രസന്നതയും സന്തോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അങ്ങനെ റസൂലിനെ വിശ്വസിച്ച, അതുപോലെ ജീവിതം സംസ്കരിച്ച ആളുകൾ അവരിന്നും ശ്രദ്ധിക്കപ്പെടുകയാണ്, സ്നേഹിക്കപ്പെടുകയാണ്, പ്രശംസിക്കപ്പെടുകയാണ്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹിയുടെ കുടുംബക്കാരുണ്ട്, അന്യരായ ആളുകളുമുണ്ട്.
എന്നാൽ റസൂലിനെ ധിക്കരിച്ച ശിർക്കിന്റെ വാക്താക്കളായ റസൂലിനെ എതിർത്തിരുന്ന ആളുകൾ അവരെന്നും ശപിക്കപ്പെടുകയാണ്. അവരുടെ കൂട്ടത്തിലും റസൂലിന്റെ കുടുംബക്കാരും അന്യരായ ആളുകളുമുണ്ട്. അപ്പം വിഷയം തൗഹീദാണ്, അതിന്റെ മറുപക്ഷത്ത് ശിർക്കാണ്, അല്ലാതെ കുടുംബ മഹിമയല്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു മഹാനായ റസൂൽ. കൃത്യമായി തൗഹീദ് ഉൾക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നിയോഗിച്ച ഈ അമ്പിയാക്കളുടെ അനുയായികൾ പിന്നീട് ആ അധ്യാപനത്തിൽ നിന്ന് വ്യതിചലിച്ച് നബിമാരെ തന്നെ ആരാധിക്കാൻ തുടങ്ങി. അതാണ് ക്രിസ്ത്യാനികളിലും ജൂതന്മാരിലും നമ്മൾ കണ്ടത്. അതുകൊണ്ട് നബിമാരെ സംബന്ധിച്ച് അഹ്ലുസുന്ന വെച്ച് പുലർത്തുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട്, ഒരു വിശ്വാസ രീതി. അതെപ്പോഴും നമ്മൾ ആഴത്തിൽ ആലോചിച്ച് മനസ്സിലാക്കി വെക്കണം. അതിലൊന്ന്, അവർ മനുഷ്യരാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ഇസ്ലാം ദീൻ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹ് പറഞ്ഞത് റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മനുഷ്യരുടെ റബ്ബ്, മനുഷ്യരുടെ ആരാധ്യൻ. ഖുർആൻ പറയുമ്പോൾ ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമാണ്. റസൂലിനെ പറയുമ്പോൾ മാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും നിയോഗിച്ചതാണ് റസൂലിനെ. റസൂലിനെ അള്ള പരിചയപ്പെടുത്തുമ്പോ മനുഷ്യനായ പ്രവാചകൻ എന്ന് പഠിപ്പിച്ചു. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു തആല തെരഞ്ഞെടുത്ത ആളുകൾ, അവർക്ക് അള്ളാഹു നുബുവത്ത് കൊടുത്തു. നുബുവത്ത്, റിസാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു ഔദാര്യാണ്. അള്ളാഹു പറയുന്നത് മനസ്സിലാക്കാൻ ഉള്ള ഒരു യോഗ്യത അള്ളാഹു തആല കൊടുക്കുകയാണ്. ഈ നുബുവത്തും റിസാലത്തും ഒക്കെ അള്ളാഹ് കൊടുത്താൽ ആള് മനുഷ്യനല്ലാതാവുക എന്നതല്ല, മറിച്ച് നല്ല മനുഷ്യനാവുക എന്നതാണ്. ഏറ്റവും നല്ല മനുഷ്യനാകുക, മനുഷ്യനല്ലാതാകുന്നില്ല. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. നുബുവത്തും റിസാലത്തും കിട്ടിയാൽ പിന്നെ അള്ളാന്റെ പങ്കാളിയാകുക ഇല്ല. അള്ളാന്റെ പങ്കാളിയല്ല, മനുഷ്യനാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലോ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലോ അള്ളാന്റെ ഒപ്പം കൂടുക ഇല്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനകൾ ആ നബിക്ക് കൊടുക്കുക ഇല്ല. അള്ളാഹുവിന്റെ പങ്കാളിയാകുന്നില്ല. ഏറ്റവും നല്ല മഹാമനുഷ്യനാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അള്ളാഹ് പറഞ്ഞത് ഖാലത്ത് ലഹും റുസുലുഹും ഇൻ നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും. എവിടെയൊക്കെ റസൂല് വന്നിട്ടുണ്ടോ ആ റസൂലൊക്കെ മനുഷ്യരോട് പറഞ്ഞു ഇൻ നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ് ഞങ്ങൾ. നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണെന്ന് പറയുമ്പോൾ പലരും പരിഹസിക്കാറുണ്ട്, വെറും സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ് അംബിയാ മുർസലീങ്ങളെ പരിഹസിച്ചില്ലേ എന്ന്. ഇല്ല, സാധാരണ മനുഷ്യന് നുബുവത്തുണ്ടാവോ? സാധാരണ മനുഷ്യന് റിസാലത്തുണ്ടാവോ? ഖുർആൻ ഇറങ്ങുമോ? കിതാബ് കൊടുക്കുവോ? ജിബ്രീൽ വന്ന് സംസാരിക്കോ? ഇല്ല. ഇതൊക്കെ ഉണ്ടാവുക അംബിയാ മുർസലീങ്ങൾക്കാണ്. അതുകൊണ്ട് അവർ മനുഷ്യരല്ലാതിരിക്കുന്നില്ല. മാനുഷികതയിൽ നിന്ന് മാറിയിട്ട് അവരിൽ ഒരു ദൈവിക പരിവേഷം വന്നിട്ട് ആരാധ്യന്മാരായി പരിണമിക്കുന്നില്ല. അവർ ഭക്ഷണം കഴിക്കും, വിസർജനം ചെയ്യും, കല്യാണം കഴിക്കും, മക്കളുണ്ടാകും, ഉറങ്ങും, അവർക്ക് വേദനകൾ ഉണ്ടാകും. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാരും അതുപോലെ തന്നെ പലരെയും ഈ കാലഘട്ടത്തിലൊക്കെ പരിചയപ്പെടുത്തുന്നത് മായാവിക്കഥയിലുള്ള കഥാപാത്രങ്ങളെ പോലെയാണ്. ഒരിക്കലും അങ്ങനെയല്ല. അനുഭവത്തിൽ പലതുമുള്ള, മാനുഷികമായ അനുഭവമുള്ള ആളുകളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ ഇട്ടില്ലേ?
എല്ലാവരും അംഗീകരിക്കുന്ന സംഗതിയാണ്. മാളാവിക്കഥയിലുള്ളത് പോലെയാണെങ്കിൽ കൊടൽമാർ അങ്ങ് പൊങ്ങിത്തെറിച്ചുകൊണ്ട് ഇല്ല. റസൂലിന് അടി കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഏറ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. പക്ഷേ സാധാരണ മനുഷ്യനല്ല. അദ്ദേഹത്തിന് ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് മുഅ്ജിസത്ത് നൽകുകയില്ല. ഇതുപോലുള്ള അസാധാരണത്വമുണ്ട്. ആ അസാധാരണത്തിന്റെ ഭാഗമാണ് നുബുവത്ത്, റിസാലത്ത് എന്നൊക്കെ പറയുന്നത്. ഇത് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ റസൂലിനെ റസൂലായിട്ട് അംഗീകരിക്കുമ്പോ ആ വ്യക്തിക്ക് നിർബന്ധമായി വരുന്നത് റസൂലിനെ അനുധാവനം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്ന പ്രഖ്യാപനമാണ്. റസൂല് പറഞ്ഞത് എന്റെ ദേഹേച്ഛയ്ക്ക് വിരുദ്ധമാണെങ്കിലും എന്റെ താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിലും അതാ ശരി, ഞാൻ ആ പക്ഷത്താണ് എന്ന് വിശ്വസിച്ച് അംഗീകരിച്ച് റസൂലിന്റെ ഒപ്പം കൂടുക. അങ്ങനെ മനുഷ്യവർഗത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുക. തിരിഞ്ഞു നോക്കാതെ റസൂലിനെ അനുസരിച്ച് ജീവിക്കുക, റസൂല് കൊണ്ടുവന്ന സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക. ഇതാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവും വിശ്വാസവും. ഇതിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്ന പ്രബോധന പരിപാടികളാണ് പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത്, കാണാറുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു രംഗം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ വഫാത്തോടുകൂടി ഊന്നിപ്പറഞ്ഞത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുന്നു. അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അവനെന്നും ജീവിച്ചിരിക്കുന്നവനാ. ഉമറിന്റെ കയ്യിലുള്ള വാള് വീണു പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രഖ്യാപനം കൊണ്ട്. അപ്പോൾ റസൂലിനെ റസൂലായിട്ട് അംഗീകരിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ വിശ്വാസികളായി അല്ലാഹു നമ്മെ പരിവർത്തനപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത സുന്ദരമായ ദീനുൽ ഇസ്ലാമിന് വെള്ളം ചേർക്കാതെ ലോകർക്ക് കൈമാറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, അതിന്റെ വാക്താക്കളായി ഞങ്ങളെ നീ പരിവർത്തനപ്പെടുത്തണേ റഹ്മാനെ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും വിശ്വസിച്ച മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.